ഇതിപ്പോൾ നമ്മൾ വിളവെടുത്ത കൊക്കോക്കായ ഉണ്ടാ. അപ്പോൾ കൊക്കോക്കായ എങ്ങനെയാണ് എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെയാണ് കൊക്കോക്കായ ഇരിക്കണത്. ഇതിൻ്റെ തോടൊക്കെ മാറ്റി ഇതിൻ്റെ കായ മാത്രം എടുത്ത് വെച്ചേക്കണതാണ്. അപ്പോൾ വിളവെടുപ്പിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ എൻ്റെ സുൽഫത്ത് ഗ്രീനറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വെച്ചിട്ട് കൊക്കോ പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ കായൊക്കെ നമ്മൾ ഇതേപോലെയുള്ള കൊക്കോ ഇരിക്കണം. നമ്മളിത് കട്ട് ചെയ്യണം. കണ്ട ഇതേപോലെ തോടിന്ന് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ചെറിയ കായാണെങ്കിലും ഇഷ്ടം പോലെ കായ കുരുവായിരിക്കുള്ളൂ കേട്ടോ ഓരോ കൊക്കോൻ്റെ ഉള്ളിലും. അപ്പോൾ ഇതേപോലെ എടുത്ത് വെക്കാം. നമുക്ക് ഇതിനെ നന്നായിട്ട് കഴുകി എടുത്തിട്ട് നല്ല വെയിലിൽ ഉണക്കി എടുക്കണം. അപ്പം നമ്മുടെ കൊക്കോക്കായ 3 ദിവസം വെയിലത്ത് തന്നെ ഇട്ടിട്ട് നമുക്ക് നല്ല വെയിലുണ്ടായിരുന്നു. വെയിലുകൊണ്ട് 3 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ ഉണങ്ങി കിട്ടും. കണ്ട നല്ല കിളിങ്ങനെ രീതിയിൽ ഉണങ്ങി കിട്ടും. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. നമുക്ക് കപ്പലണ്ടി ഒക്കെ വറുത്തെടുക്കൂല അതേപോലെ വറുക്കണം. അപ്പൊ കപ്പലണ്ടിയുടെ ഒക്കെ പുറത്തൊരു തോലുണ്ട്, അതേപോലെ തന്നെ ഒരു തോലി ഇതിന്റെ പുറത്തുണ്ട്. അപ്പൊ നമുക്ക് കൊക്കോ ഇനി നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പൊ നല്ലൊരു കട്ടിയുള്ള പാത്രത്തിൽ വേണം നമ്മൾ വറുക്കാനായിട്ട് ഇടാണെങ്കിൽ പെട്ടെന്ന് തന്നെ കത്തി പിടിക്കുമല്ലോ, പെട്ടെന്ന് കത്തിപ്പോവും. അപ്പൊ നല്ല കട്ടിയുള്ള പാത്രത്തിൽ തന്നെ വേണം നമുക്കിത് വറുക്കാനായിട്ട്. വേണ്ട ഇതേപോലെ നന്നായിട്ട് വറുക്കാം. വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കപ്പലണ്ടിയുടെ ഒക്കെ തോല് കളയണ പോലെ ഇതിന് ഈ തോലിങ്ങനെ ഇളകിപ്പോരും. അപ്പൊ നമ്മുടെ കൊക്കോക്കായ ചൂടാറി നമ്മ തോലൊക്കെ കളഞ്ഞ് കണ്ട ഇതേപോലെയാണ് ഇരിക്കണത്. തോലൊക്കെ കളയുമ്പോ നമ്മ തോല് കളയണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട നമ്മിപ്പൊ വറുത്ത കൊക്കോക്കായാണല്ലോ, അത് ഇതേപോലെ പൊളിച്ചെടുത്ത് കഴിഞ്ഞാല് നമുക്ക് തോട് കളഞ്ഞ് കിട്ടും. കണ്ട ഇതേപോലെ വറുത്തിട്ട് നമുക്ക് ഇതേപോലെ പൊളിക്കാനുള്ളൂ. കണ്ട ഇതേപോലെ പൊളിച്ചെടുത്താൽ മതി. അപ്പൊ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം കേട്ടാ. നമ്മളിപ്പോൾ പൊടിക്കണ ജാറിലാണ് ഇത് ഇടണത്. അപ്പോൾ കണ്ട നമുക്ക് കുറച്ചിട്ടാൽ മതി, കുറേശ്ശെ പൊടിച്ചാൽ മതി. അപ്പോൾ അതേ നമ്മുടെ പൗഡറൊക്കെ റെഡിയായി. അപ്പം നമുക്ക് കണ്ട ഈ പൗഡർ കണ്ട ഇതേപോലെയാണ്. കണ്ട നല്ല കൊക്കോൻ്റെ മിഠായിയുടെ നല്ല മണമുണ്ട്, നല്ല സ്മെല്ലാണ്. നമ്മൾ പൊടിക്കുമ്പോൾ തന്നെ കണ്ട നമ്മൾ ഇത് നേരത്തെ പൊടിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതേപോലെയാണ് ഇരിക്കണണ്ട. അപ്പോൾ നമുക്ക് നല്ല കൊക്കോ പൗഡർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചിന് ചോക്ലേറ്റൊക്കെ നമുക്ക് ഉണ്ടാക്കാം. കണ്ട അപ്പോൾ വീട്ടിൽ കൊക്കോ മരമൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കൊക്കോ പൗഡർ തയ്യാറാക്കാം.